ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഈ 2-ാം തീയതി അങ്ങേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്? ഏതു കാര്യങ്ങളിലൊക്കെയാണ് ദൈവീക ഇടപെടൽ പ്രതീക്ഷിക്കുന്നത്? അവിടെയെല്ലാം അത്ഭുതകരമായ വിധത്തിലുള്ള ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകും. ഒരു ദൈവിക സഹായം ലഭിക്കും. അനുഗ്രഹയിലെ യേശുവിൻ്റെ ഒരു ചിത്രമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടയാകണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന കൂടി ഈ 2-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ വചനം കേൾക്കാം. വായിക്കുകയാണ് ഈ വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 13 മുതലുള്ള വാക്യം വായിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ഗിദെയോന്റെ അനുഭവമാണ് പറയുന്നത്. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഗിദെയോൻ എൻ്റെ അനുഭവം പറയുകയാണ്. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ തൻ്റെ സ്നേഹിതനോട് ഒരു സ്വപ്നം പറയുവാണ്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുവാണ്. അവൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലി അപ്പം, ഒരു ഗോതമ്പപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിൻ്റെ മേൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലംപരിച്ചായി. ഇതെന്തൊരു സ്വപ്നമാണ്! ഒരാളോട് സ്വപ്നം കണ്ടത് പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. അതൊരു ബാർലി അപ്പം, ഒരു ഗോതമ്പപ്പം ഉരുണ്ടുരുണ്ടു വന്ന് മിദിയാൻകാരുടെ താവളത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നൊരു കൂടാരത്തിൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലംപരിച്ചായി. ഒരപ്പം ചെന്ന് ഇടിച്ച് ഒരു കെട്ടിടം വീണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു അപ്പം, ഒരു ബാർലി അപ്പം ഉരുണ്ടുരുണ്ട് ചെന്ന് ഒരു കൂടാരത്തിൽ ഇടിച്ചു എന്നല്ല, കൂടാരത്തിൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞു. ഇതൊരു സ്വപ്നമാണ്. ഇതെന്താ ഈ സ്വപ്നം സൂചിപ്പിച്ചെന്നറിയാമോ? നിന്റെ വിഷയത്തിൽ ദൈവീകമായൊരു ഇടപെടൽ ഉണ്ടാവും. ദൈവീകമായൊരു പ്രവൃത്തി അതിനകത്ത് നടക്കുന്ന ഈ വചനത്തിന്റെ അർത്ഥം. 14-ാമത്തെ വാക്യം. അവന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നല്ല. അവന്റെ കൈകളിൽ ദൈവം മിദിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് ഇത് ദൈവീകമായൊരു ഇടപെടൽ ഉണ്ടാകുന്ന അതിന്റെ അർത്ഥം. അത് തീർച്ചയായും അത്ഭുതമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതെ ശരിയാകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഈ സ്വപ്നമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു ഗോതമ്പപ്പം വന്ന് തട്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗത്തിൽ, ആ ഒരു വിഷയത്തിൽ ഈ വചനം ചെന്ന് തൊടുമ്പോൾ, ഈ വചനം ചെന്ന് തട്ടുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി സംഭവിക്കാൻ തുടങ്ങും. അതിനെ മേൽക്കീഴായി മറിക്കാൻ, അതിനെ തലകീഴായി മറിക്കാൻ, ഏത് വിഷയത്തെ പരിഹരിക്കാൻ ഈ ഒരു ദൈവീക ഇടപെടൽ കൊണ്ട് പറ്റും. അതുകൊണ്ടായിരുന്നു പറഞ്ഞത്, അനുഗ്രഹയിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ ഓരോ സാക്ഷ്യത്തിന് കാരണമാവും. ആ വചനം ആ ബാർലി അപ്പം പോയി തട്ടിയതുപോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെയാണ് ഈ വചനം തൊട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം സംഭവിക്കുന്നത് ദൈവീകമായൊരു ഇടപെടൽ ആരംഭിക്കും. നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം, വചനം കേൾക്കുന്ന ഈ സമയം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ
ഇടപെടുന്ന സമയമാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന സമയമാണ്. ഒരു ഗോതമ്പപ്പം ഉരുണ്ടുരുണ്ടു വന്ന് തട്ടിയെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? കാര്യം ഒരു സ്വപ്നമാണെങ്കിലും അതിൽ ഒരു ദൈവീകമായൊരു വശമുണ്ട്. ഇതിനകത്ത് ദൈവീക പദ്ധതിയുണ്ട്. നമ്മൾ പറയില്ലേ, അതൊന്നും മാറാൻ സാധ്യതയില്ല, അതൊന്നും ശരിയാവില്ല, അതൊക്കെ എങ്ങനെ നടക്കുമെന്നായി പറയുന്നേ. എങ്ങനെ നടക്കാനാ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ സ്വപ്നത്തിലെ ആ ഗോതമ്പപ്പം ഉരുണ്ടുരുണ്ട് വന്ന് തൊട്ടതുപോലെ കർത്താവേ, അങ്ങയുടെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, എൻ്റെ രോഗത്തിൽ വരുമ്പോൾ, ആ രോഗത്തിൻ്റെ കൂടാരം മേൽക്കീഴായി മറിഞ്ഞു പോകും. അങ്ങയുടെ വചനം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ, സാമ്പത്തിക പ്രയാസത്തിന്റെ കൂടാരത്തിൽ വന്ന് തട്ടുമ്പോൾ ആ പ്രതിസന്ധിയുടെ മേൽ ദൈവീകമായ ഇടപെടലുണ്ടാവും. അങ്ങയുടെ വചനം വിശ്വാസത്തോടെ കേൾക്കുന്ന, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന എൻ്റെ ഭവനത്തിൽ വരുമ്പോൾ, എൻ്റെ ഭവനത്തിനകത്ത് ദൈവീകമായൊരു ഇടപെടലുണ്ടാവും. ദൈവത്തിന്റെ ഒരു കരം അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രവർത്തികൾ ഞങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും വാക്ക് വെളിച്ചമായി മാറുന്ന സ്ഥലമാണിത്. പ്രാർത്ഥന മരുന്നായി മാറുന്ന സ്ഥലമാണ്. പ്രാർത്ഥന ഇന്ന് ഒത്തിരി പേർക്ക് മരുന്നായി മാറുന്നുണ്ട്, വാക്ക് വെളിച്ചമായി മാറുന്നുണ്ട്. ഇത് മനുഷ്യന്റെ ബുദ്ധിയിലുണ്ടായ ഒരു ശുശ്രൂഷയല്ല, ഇത് ദൈവം തെരഞ്ഞെടുത്ത ശുശ്രൂഷ ആയതുകൊണ്ടാണ് അനേകരുടെ ജീവിതങ്ങളെ ഇത് പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അനേകരുടെ ജീവിതങ്ങളെ ദൈവം കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ രാജ്യത്തല്ല, വേറൊരു രാജ്യത്ത് വചനം കേട്ടുകൊണ്ടിരിക്കും. ഒരു മലയാളിയായ ഒരാൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിലുള്ള ഒരാൾ അല്പം അസ്വസ്ഥതയോടെ ഇത് കേൾക്കാൻ തുടങ്ങി. അവർക്ക് മലയാളം അറിയില്ല, അവരതിങ്ങനെ, പക്ഷെ ഹാലേലുയ എന്ന് 2-3 പ്രാവശ്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരി അവരോട് പറഞ്ഞു, ശബ്ദം കൂടി പോയോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ ക്ഷമിക്കണം കേട്ടോ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ ഹാലേലുയ എന്ന ആ വാക്ക് അത് മാത്രമേ എനിക്ക് പിടികിട്ടിയുള്ളൂ, അത് തന്നെ ഒരു പ്രതീക്ഷ തരുന്നതായിരുന്നു, അതുകൊണ്ട് ഞാനും അതിങ്ങനെ കേൾക്കുകയായിരുന്നു എന്ന്. ഏതോ രാജ്യത്തുള്ള, വേറൊരു രാജ്യത്തുള്ള ഭാഷ അറിയാത്ത ഒരാളാണ്. പക്ഷെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ 3 പ്രാവശ്യം എപ്പോഴോ ഹാലേലുയ ഞാൻ പറഞ്ഞിരുന്നു. ആ വാക്ക് പോലും ആ രാജ്യത്തുള്ള ആ വ്യക്തിക്ക് പ്രതീക്ഷയ്ക്ക് കാരണമായി എന്ന് മലയാളിയായ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ ആ രാജ്യത്ത് നിന്ന് അറിയിച്ചൊരു കാര്യമാണ്. ദൈവത്തിന്റെ ഒരു ശുശ്രൂഷയാണിത്, ദൈവികമായൊരു കാര്യമാണ് ഇത്. നിങ്ങളുടെ ആരുടെയെല്ലാം ജീവിതങ്ങളിൽ ഈ വചനമൊക്കെ എത്തിക്കാൻ കഴിയുന്നോ, അവിടെയൊക്കെ ചില വെളിച്ചമുണ്ടാവും, അവിടെയൊക്കെ ചില ദൈവിക മാറ്റങ്ങൾ ഉണ്ടാവും, ദൈവപ്രവൃത്തികൾ അവിടെ സംഭവിക്കും, ദൈവത്തിന്റെ കാരുണ്യം അവിടെ ഉണ്ടാവും. ഒത്തിരി കോടീശ്വരനായ ഒരു വ്യക്തി, ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയി, ഒരു സ്ഥലത്ത് ധ്യാനത്തിനൊക്കെ പോയി നല്ല അനുഗ്രഹമായി തിരിച്ചു വന്ന് ഒരു ദിവസം കഴിഞ്ഞ് ഒരു ചായ കുടിക്കാനൊക്കെയായി പുറത്തൊരു സ്ഥലത്ത് പോയപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഉടമ ഞങ്ങളുടെ വാഹനം നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന്, ഇന്ന സ്ഥലത്ത് ധ്യാനം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ എങ്ങനെ അത് അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു കുടുംബക്കാർ അവിടെ വലിയൊരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ധ്യാനം, പ്രാർത്ഥനയൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭാര്യയെ കൊണ്ടുവിടാൻ വേണ്ടി അവിടെ വന്നതാണ്. അങ്ങനെ ആ ദിവസങ്ങളിൽ ധ്യാനം കൂടി. അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, ഇന്നുവരെയും എവിടെ നിന്നും കിട്ടാത്തൊരു അനുഭവവും അനുഗ്രഹവും എനിക്ക് ആ വചനം കേട്ടതിലൂടെ ഉണ്ടായെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചത് ശിക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചത് അടിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചത് സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. അതുകൊണ്ട് അനേകർ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് അനുഭവിക്കാൻ തുടങ്ങുന്നു. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും വരാൻ തുടങ്ങുന്നു.
ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് അനേകർ ദൈവത്തിലേക്ക് വരാൻ ഇടയാകട്ടെ. നമ്മളിലൂടെയാകട്ടെ അനേകർ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നത്. ആ ഒരു ബാർലി അപ്പം ഉരുണ്ടുരുണ്ടു വന്ന് തട്ടിയെന്നാ പറയുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് തൊടട്ടെ, നിങ്ങളുടെ ജീവിതങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കുകയില്ല, ശരിയാകുകയില്ലെന്ന് പറഞ്ഞ കാര്യമൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു ഇടപെടൽ തന്നെ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാണ്. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ ആദ്യ വെള്ളിയാഴ്ചയൊക്കെയാണ്, അനുഗ്രഹമുള്ള ദിവസമാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക, 9 മണി മുതൽ ബുക്കിംഗ് ആരംഭിക്കും. നമ്മുടെ കുറഞ്ഞ സൗകര്യത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ആളുകളെ നമ്മളിവിടെ എടുക്കും. ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം വഴികളെ, സാഹചര്യങ്ങളെ ഒരുക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ദൈവം നമ്മെ സൂക്ഷിക്കും. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. ദൈവികമായ സമാധാനം ഉണ്ടാകട്ടെ. കുട്ടികളുടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ സഹായം ലഭിക്കട്ടെ. പഠിച്ച് എഴുതി ജയിക്കാനിടയാകട്ടെ. നല്ല വിജയം ഉണ്ടാകട്ടെ. ഭാരപ്പെടുവൊന്നും വേണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ നയിക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടലിന് കാരണമാകട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ സാധ്യമായിടത്തോളം ആളുകൾ ശ്രമിക്കുക. 5:30 തന്നെ വചനം കേൾക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഒരുപാട് പേരോടൊപ്പം ഇരുന്ന് വചനം പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നതും അനുഗ്രഹമാണ്. നാളെയും 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് കേൾക്കാം. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.